ഇന്ന് ഒരു ദിവസം ഫുള്ള് ഞാൻ എന്റെ വീട്ടിൽ വാച്ച്മാനായിട്ട് നിൽക്കാൻ പോകണം. എങ്ങനെ ഈ ഒരു രാത്രി മുഴുവനും ഞാൻ എന്റെ വീട്ടിൽ വാച്ച്മാനായിട്ട് നിന്നു നോക്കാം. ആദ്യം തന്നെ വാച്ച്മാന്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഞാനിപ്പോ ഡ്രസ്സൊക്കെ മാറി തൊപ്പയൊക്കെ ഇട്ട് റെഡിയായി. അത് കഴിഞ്ഞ് ഈ ഒരു ഇരുട്ടത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ആകെ ഈ ഒരു ടോർച്ചും പിന്നെ ഈ ഒരു വടിയും മാത്രം എടുത്തിട്ടുള്ളൂ. സമയം ഇപ്പൊ രാത്രി 11 മണിയായി. ഇനി നാളെ രാവിലെ 6 മണി വരെ ഞാൻ എന്റെ ഈ വീടിന് വാച്ച്മാനായിട്ട് നിൽക്കാൻ പോകണം. ഇതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഉറക്കം വന്നാൽ ചായ കുടിച്ച് ഉറക്കം കളയാൻ വേണ്ടി ഒരു ഫ്ലാസ്ക് ഫുള്ള് ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ രാത്രിക്കുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് കയറി. അങ്ങനെ വാച്ച്മാനായിട്ട് ചലഞ്ച് തുടങ്ങിയതുകൊണ്ട് എന്റെ വീട്ടിലത്തെ എല്ലാ വാതിലുകളും ജനലുകളും നേരെ ലോക്കായിട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞൊരു വാച്ച്മാനായ എല്ലാ പരിസരങ്ങളും നേരെ ശ്രദ്ധിച്ച് നോക്കണമെന്നായതുകൊണ്ട് ഞാനിപ്പോ എന്റെ വീടിന്റെ പരിസരങ്ങൾ മൊത്തം ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ. അങ്ങനെ അതൊക്കെ നോക്കി വരുമ്പോഴേക്കും സമയം 12 മണിയായി. കറക്റ്റ് 12 മണിയായതും എന്താണെന്ന് അറിയില്ല, റോട്ടിലുള്ള നായ്ക്കളെല്ലാം കുറയ്ക്കാൻ തുടങ്ങി. അതൊരു പേടിപ്പിക്കുന്ന രീതിയിൽ. ഇന്നാണെങ്കിൽ ചന്ദ്രനെ കാണാൻ പൂർണ്ണ രൂപത്തിലാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പ്രേതങ്ങൾ നടക്കാൻ ഇറങ്ങാൻ അമ്മമ്മ പറഞ്ഞൊരു ഓർമ്മയുണ്ട് എനിക്ക്. അതൊക്കെ ആലോചിച്ച് പേടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പൂച്ച എന്നെയും നോക്കി ഇങ്ങനെ നിൽക്കണത് ഞാൻ കണ്ടത്. അതുകൊണ്ട് പേടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് 6 മണിയാവാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് മുറ്റത്തിൽ കൂടെ എല്ലാവരുടെയും ഓക്കെയല്ലേ നോക്കി കുറെ നേരം നടന്നു. ചില സമയങ്ങളിൽ എവിടെ നോക്കിയോ ചപ്പളകണ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ പോയി നോക്കി അവിടെ ഒന്നും കാണാനുമില്ല. അങ്ങനെ സമയം ഇപ്പൊ പുലർച്ചെ 3 മണിയായി. സത്യം പറഞ്ഞ ഇത്ര നേരം എനിക്ക് ഉറക്കമേ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇത്തിരി ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കം പോകാൻ വേണ്ടി 2-3 ഗ്ലാസ് ചായ ഞാൻ ഒറ്റ ഇരിപ്പിന് കുടിച്ചു തീർത്തു. അത് കഴിഞ്ഞ് 6 മണിയാവാൻ ഇനിയും കുറച്ച് സമയമുള്ളതുകൊണ്ട് കുറെ നേരം ഫോണിൽ റീൽസും കണ്ടോണ്ടിരുന്നു. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് സമയം ഇപ്പൊ 4:30ആയി. എന്റെ വാച്ച്മാൻ ഡ്യൂട്ടി കഴിയും 1.5 മണിക്കൂർ മാത്രം ബാക്കി. അങ്ങനെ സമയം ഇപ്പൊ 6 മണി ആവാറായതുകൊണ്ട് എല്ലാ സ്ഥലവും അവസാനമായിട്ട് ഒന്നും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം സമയം ഇപ്പൊ 6 മണി കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ ഈ ഒരു വാച്ച്മാൻ ചലഞ്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.